എല്ലാം കൂടി കേട്ടിട്ട് ബാലചന്ദ്രന് ആകെപ്പാടെ തലപ്പെരുക്കാണ്. തന്റെ മോനെ രക്ഷപ്പെടുത്താൻ പറ്റാതെ വളരെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കാണ് ബാലചന്ദ്രൻ. മനു പറയുന്നുണ്ട്, അങ്കിളെ അവൻ തെറ്റിയില്ലെന്ന് പറയാൻ പറ്റില്ല. അവൻ മാങ്ങ പറിക്കാനൊന്നും അല്ലല്ലോ അങ്ങോട്ടേക്ക് പോയത്. ആ കുട്ടി നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോട് തന്നെയല്ലേ. പക്ഷെ അവിടുന്ന് പേടിച്ച് പിന്മാറുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ തെറ്റിയതില്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഇത്രയും കാലം അലീനയല്ലേ ആ കുട്ടിയുടെ നിന്ന് സത്യങ്ങൾ മേടിച്ചെടുത്തത്. അതുകൊണ്ട് ഇനിയും അവൾ തന്നെ നോക്കട്ടെ. അല്ലാതെ നമ്മളിറങ്ങിയാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്ന് പറയാണ്. ഇതേ സമയത്ത് ആ പെൺകുട്ടിയുടെ അനിയനുണ്ടല്ലോ, ആ അനിയൻ പോയിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ അലീനയോട് രോഹിത്തിന്റെ പറഞ്ഞ കാര്യം പറയാണ്. അങ്ങനെ അച്ഛൻ വന്നിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ എന്തിനാ പറയാൻ പോയേ? അച്ഛാ, അതല്ലേ സത്യം. ആ പയ്യൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. ആ പയ്യനെ കൂടെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. ഞാൻ മരിച്ചു പോയനെ അച്ഛാ. ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നെ ആ നിരപരാധിയെ എന്തിനാച്ചാ ഞാൻ ശിക്ഷിക്കേണ്ടത്? നീ പറഞ്ഞത് കള്ളാണെന്ന് നാട്ടുകാർ മൊത്തം പറയില്ലേ? ബാക്കി 3 പേരും നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതിയില് വക്കീല് പറഞ്ഞു ഫലിപ്പിക്കില്ലേ എന്ന് ചോദിക്കാണ്. നീ പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. ഇനി അലീന എങ്ങോട്ട് വരട്ടെ. നിന്നോട് ചോദിച്ച് അവൾ ഓരോ സത്യങ്ങൾ ഊറ്റിയെടുക്കായിരുന്നു. അച്ഛാ, അലീന ചേച്ചീനെ ഒന്നും പറയണ്ട. ചേച്ചി പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. എന്റെ സ്വമേധയായുള്ള മനസാക്ഷി കൊണ്ടാ ഞാൻ പറഞ്ഞത്. ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതം ഞാൻ കാരണം എന്തിനാ നശിപ്പിക്കുന്നതെന്ന് കരുതി? അവനങ്ങനെ പാവമൊന്നുമല്ല. നിന്നെ നശിപ്പിക്കാനായിട്ട് തന്നെ ആ ഗ്യാങ്ങിൽ വന്നവനല്ലേ. ആ സമയത്ത് അവൻ എന്തോ തോന്നി ഇറങ്ങി ഓടിയത് കൊണ്ടല്ലേ. അച്ഛാ, ശരിയായിരിക്കാം. പക്ഷേ അവൻ തെറ്റ് ചെയ്തില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ഞാൻ അങ്ങനെ പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. പോലീസുകാരും നിങ്ങളും എല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെ അല്ലേച്ചാ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയാണ്, മോളെ നിനക്ക് വേണ്ടിയല്ലേ പറയുന്നത്. നമ്മൾ ഇത്രയൊക്കെ പ്രക്ഷോഭവും ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി കേസും കൊടുത്തിട്ട് രോഹിത് അതിലില്ല എന്ന് പറയുമ്പോ ആളുകള് മോളെയാ കള്ളിയാക്കുക. മോളൊന്ന് ദുഷ്ടപ്പെടാന്ന് പറയും. മോളുടെ നടപ്പുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. ബാക്കി എല്ലാവരും മോൾക്കെതിരാവും. ഇപ്പൊ നമുക്ക് സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവരും നമുക്കെതിരാവും. മോളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് മോളുടെ നീതിയല്ലേ ആവശ്യം എന്നൊക്കെ ചോദിക്കാണ്. അച്ഛനും അമ്മയും അങ്ങനെ വക്കീലിനെ വിളിക്കുകയാണ്. ഒരു ലേഡി വക്കീലാണ് കേട്ടോ. അങ്ങനെ ആ വക്കീല് ഷർണിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷർണി അവിടെ ഇരുന്ന് പഠിക്കായിരിക്കും. അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കാണ്, നല്ല സ്മാർട്ടായാലോ കാണാനൊക്കെ. ഇപ്പൊ മിടുക്കി കുട്ടിയായാലോ. കോടതിയിലെ മൊഴി പറയേണ്ട ദിവസങ്ങൾ അടുത്തോണ്ടിരിക്കാം. എന്നെ ഇങ്ങനെ ആക്കിയത് അലീന ചേച്ചിയാ. ആ, നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു ആ ബാലചന്ദ്രന്റെ വീട്ടിലെ വേലക്കാരിയല്ലേ? അതെ. ആ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ അവരോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു. അവര് പോയിട്ട് അവരുടെ വീട്ടിലറിയിക്കില്ലേ? വീട്ടിലറിയിച്ചാ അത് വലിയ പ്രശ്നമാവില്ലേ? അവര് പോലീസുകാരിലോ മീഡിയയിലോ ഒക്കെ അറിയിച്ചാ എന്തായിരിക്കും അവസ്ഥ? ഞാൻ എന്റെ മനസാക്ഷിക്ക് നിൽക്കാത്ത കാര്യമൊന്നും ചെയ്തില്ല. അയാൾ എന്നെ ഉപദ്രവിച്ചില്ല. അയാൾക്ക് മാത്രമേ എന്നോട് മനസാക്ഷി തോന്നിയുള്ളൂ. ആ ഒരു മനസാക്ഷി ഞാൻ തിരിച്ചും കാണിക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്. നീ എന്ത് പൊട്ടത്തരായി പറയുന്നേ? ആ അലീന മനഃപൂർവ്വം നിന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൾക്ക് എന്തിന്റെ ആവശ്യ? ഈ നാട്ടിൽ എത്രയോ പെൺകുട്ടികള് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലായിടത്തും ഈ അലീന ഓടി നടക്കാണോ? അല്ലല്ലോ. നിന്നെ മാത്രം ലക്ഷ്യം വെച്ച് അവൾ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. ആ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് അവൾക്ക് പൈസ കൊടുത്ത് കാണും. പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയാനും നിന്നെ സ്വാധീനിക്കാനും പറഞ്ഞ് അയച്ചതായിരിക്കും. ഇല്ല, എന്നെ ഒരു വിധത്തിലും അലീന ചേച്ചി സ്വാധിച്ചിട്ടില്ല. അവര് വന്നിട്ട് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടും ഇല്ല. ഞാൻ ആ സ്വമേധയായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോ അവർ ഞെട്ടിപ്പോവായിരുന്നു. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? കോടതിയിൽ മൊഴി പറഞ്ഞ കാര്യത്തെപ്പറ്റി അവളും എല്ലാം പറഞ്ഞോ? ഇല്ല, എന്നോട് പറഞ്ഞത് നിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് എന്ത് തോന്നുന്നോ അത് പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞത്. കണ്ടോ, അപ്പൊ തന്നെ നിനക്ക് മനസ്സിലായല്ലോ. നിന്നെ അവള് ബ്രെയിൻ വാഷ് ചെയ്യാണ്. നിന്നെ അവള് യൂസ് ചെയ്യാ. നിനക്കത് മനസ്സിലായില്ല. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിന്നെ കൊണ്ട് പറയാനാ അവളുടെ ശ്രമം. മോളെ, നീ അതിൽ വീണു പോവരുത്. നിനക്കറിയാലോ, 4 പേർക്കുമെതിരെ നീയാണ് മൊഴി കൊടുത്തത്. ആ മൊഴി പോലീസുകാരെടുത്തതാ. അതുപോലെ തന്നെ ഞങ്ങളും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോടതിയില്. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് രോഹിത്തിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ എല്ലാം വഷളാകും. ബാക്കി 3 പേരുടെ കാര്യം നീ പറഞ്ഞത് കള്ളാണെന്നേ പറയുള്ളൂ. സർട്ടിഫിക്കറ്റും ബാക്കി എല്ലാം മുക്കാനുള്ള എവിഡൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അതിനുള്ള കാശും ബലവും ഒക്കെ ഉള്ളവരാ. ഈ ബാലചന്ദ്രൻ പറഞ്ഞ ആൾക്ക് സ്വർണവും ഹാർഡ്വെയർ കടയും തുണിക്കടയും ഒക്കെയുണ്ട്. അതുപോലെ മറ്റവർക്ക് എല്ലാവർക്കും തന്നെ കോടികളുടെ സ്വത്തുള്ളവരാ. അവരൊക്കെ കോടികൾ വാരി എറിഞ്ഞ് അതെല്ലാം ഇല്ലാതാക്കും എന്ന് പറയാണ്.
നിന്റെ വായിന്ന് എന്തെങ്കിലും ഒരു തുമ്പ കിട്ടുമെന്നറിയാനാ അവള് വന്നത്. നീ ഒരു പാവം കുട്ടിയാ, അതുകൊണ്ടാ നിനക്കൊന്നും മനസ്സിലാവാത്തെ. അവള് മനഃപൂർവ്വമായിട്ട് കളിച്ചതാ നിന്നെ കൊടുക്കാനായിട്ട്. നീ അലീനെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മൈൻഡ് ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കോടതി മൊഴി പറയാൻ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ മോൾ അപ്സെറ്റ് ആവരുത്. ഒരു കാരണവശാലും മോള് സത്യം വിളിച്ച് പറയരുത്. രോഹിത്തും നിന്നെ ഉപദ്രവിച്ചെന്ന് വേണം നീ പറയാൻ. അല്ല, അവിടെ ഹരിയുടെ വീഡിയോയില് അതിൽ രോഹിത് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. പിന്നത് മാത്രമല്ല, എൻ്റെ ശരീരത്തു നിന്നും അവര് റിപ്പോർട്ട്സ് ഒക്കെ കളക്ട് ചെയ്തതല്ലേ. ആ സമയത്തും രോഹിത്തിന്റെ ഒരു തെളിവ് അതിലില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങൾ അതെല്ലാം പറഞ്ഞോളാം. കോടതിയിൽ വെച്ച് അയാൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. എന്തൊക്കെ ചോദിച്ചാലും രോഹിത്തിനെ വിട്ടുകൊടുക്കരുത്. എന്തൊരു കാരണം കൊണ്ടും ഒരിക്കലും അവനെ നമുക്ക് വിട്ടുകളയാൻ പാടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് ശരണി ആകെപ്പാടെ കൺഫ്യൂഷൻ ആവാണ് കേട്ടോ. പറയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കാണ്. ഈ സമയത്ത് അമ്മയും അച്ഛനും കൂടി വന്നിട്ട് പറയാണ്, വക്കീല് പറഞ്ഞെല്ലാം മോള് കേട്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ പോയിട്ട് രോഹിത്ത് ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ മോളെ എല്ലാവരും പറയുള്ളൂ. മോളുടെ സ്വഭാവം കൊണ്ടാണെന്നേ പറയുള്ളൂ. അത് മാത്രമല്ല, മോള് കള്ളിയാണെന്ന് അവര് വരുത്തി തീർക്കും. ബാക്കി 3 പേരും കൂടി മോളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് കേസ് തന്നെ അട്ടിമറിക്കും. അങ്ങനെ ആ 3 നരാധമ്മമാരും വെളിയിലേക്ക് ഇറങ്ങും. വേറെ പെൺപിള്ളേരെ തേടി പിടിച്ച് ആ പെൺപിള്ളേരുടെ ജീവൻ നശിപ്പിക്കും. അതൊക്കെ വേണോ മോളെ? മോൾ ഒന്നുകൂടി ആലോചിക്ക്. ഇനി അലീന ഈ വഴിക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഷർണേനെ കാണാനായിട്ട് വരുമ്പോഴേക്കും ഇവര് വാതിക്കാൻ നിൽക്കാണ്, അച്ഛനും അമ്മയും കൂടി. അല്ല, എങ്ങോട്ടാ? ഞാൻ ഷർണയെ കാണാൻ. വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ അവളെ കണ്ട് സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം? കുറച്ചു ദിവസമായിട്ട് ഞാൻ വരുന്നുണ്ടല്ലോ. അവളിപ്പോ പഴയതുപോലെ ആക്റ്റീവ് ആയില്ലേ? ആ, അത് തന്നെയാ പറഞ്ഞത്. അവള് പഴയതുപോലെ ആയല്ലോ. ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. നീ വന്നത് അവളെ എഴുന്നേറ്റിപ്പിച്ച് നടത്താനാന്നല്ലേ പറഞ്ഞത്. എന്തായാലും എഴുന്നേൽപ്പിച്ച് നടന്നു. അതുകൊണ്ട് ഇനിയിപ്പോ നിന്റെ സേവനം ഇവിടെ ആർക്കും ആവശ്യമില്ല. അയ്യോ, ഞാൻ അവളെന്ന് കണ്ടോട്ടെ. വേണ്ട, അവളെ ഇനി കാണണ്ട. നീ ഇങ്ങോട്ട് കയറുകയും വേണ്ട. ഞങ്ങൾക്കത് ഇഷ്ടമില്ല. അലീന പറയാണ്, രോഹിത്തിന്റെ കാര്യം അവളിനോട് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അവൾക്കുവേണ്ടി അവനുവേണ്ടി സൈഡ് പിടിക്കാനൊന്നും ഞാൻ വന്നതല്ല. ആ കുട്ടീനെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുമില്ല. ആ കുട്ടി എന്നോട് ഇങ്ങോട്ടാണ് എല്ലാ സത്യങ്ങളും പറഞ്ഞത്. അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാ. അല്ല, നീ ഇത് പോയിട്ട് ബാലേന്ദ്രന്റെ വീട്ടിൽ പറഞ്ഞില്ലേ? ഇല്ലേ, ഞാൻ പറഞ്ഞു. കാരണം രോഹിത്തിന്റെ അച്ഛനാണല്ലോ അത്. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞാല് ഞാൻ പിന്നെ എന്തിനത് മറച്ചു വെക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ അവരോട് സത്യങ്ങൾ പറഞ്ഞു. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഷർണ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണല്ലോ. ഷർണിയ എന്നോട് ആരും പറയരുതെന്നും പറഞ്ഞല്ല കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ. ഞാൻ അത് അറിയിച്ചു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അവനെ പുറത്തിറക്കാൻ വേണ്ടിയല്ലേ നീ ഇമ്മാതിരിയൊക്കെ കാണിച്ചു കൂട്ടിയത്? ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ. എന്റെ മോളുടെ വായിന്ന് എല്ലാം പിടിച്ചെടുത്തപ്പോ നിനക്ക് സന്തോഷമായില്ലേടി എന്ന് ചോദിക്കാണ്. അച്ഛ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഞാൻ അതിനുവേണ്ടി ഇത് വന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിച്ചപ്പോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ലാതെ അവളെ വെച്ച് നാടകം കളിക്കാനോ അതോ അവനെ രക്ഷിക്കാനോ ഒന്നിനുമല്ല. ഞാൻ ആ വീട്ടിലെ വെറും വേലക്കാരിയാ. അവനെ രക്ഷപ്പെടുത്തിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാ ഞാന് ഒന്നിനും മുതിരാത്തത്. പിന്നെ ശരണ്യ, അവളെ എന്റെ അനിയത്തിനെ പോലെയാ ഞാൻ കാണുന്നത്. മതി, നിന്റെ അനിയത്തിനെ പോലൊന്നും നീ കാണേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. അല്ലെ ഞാനിപ്പോ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിളിച്ചു കൂട്ടും. വെറുതെ നാണം കിടാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ശരണ്യ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. അലീന ചേച്ചി എന്ന് വിളിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയാണ്, ഞാൻ മോളെ ബ്രെയിൻ വാഷ് ചെയ്തോ അതോ മോളെ നിർബന്ധിച്ച് പറയിച്ചതാണോ? ആ ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഞാൻ മോളോട് ചോദിച്ചോ? ഇല്ല ചേച്ചി. കണ്ടോ, അവളോട് ചോദിച്ചു നോക്ക്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടില്ല അവളോട്. രോഹിത്തിന്റെ കാര്യമോ ഈ സംഭവത്തെക്കുറിച്ചോ ഒന്നും ചോദിച്ചിട്ടില്ല. മോൾ എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി വന്നതല്ല, അവളെ സ്വാധീനിക്കാൻ വന്നതല്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ഇനി ഇവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല, ഇങ്ങോട്ടേക്ക് കയറാനും പാടില്ല എന്നും പറഞ്ഞ് അവർ ദേഷ്യപ്പെടാണ്. ചേച്ചി അകത്തേക്ക് വായിച്ചി. ഇവരങ്ങനെയൊക്കെ പറയും. വേണ്ട മോളെ, ഇനി ഞാൻ വന്നാൽ ശരിയാവില്ല. ഇവരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ എന്നോടുള്ള കരടാണ്. ഇത്രയും ദിവസം ഞാൻ വന്നതും മോളെ കണ്ടതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമായി. മോളിപ്പോ പുറത്തേക്കൊക്കെ പോകാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയല്ലോ. എനിക്കത് മതി. എന്റെ മനസ്സിന്റെ ലക്ഷ്യം അതായിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ച പോലെ എന്നെ നേടിയെടുത്തു. അതുകൊണ്ട് ഞാൻ ഇനി പോവാം. എന്റെ മോളെ ഇനി കാണാൻ തോന്നുമ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാട്ടോ. പിന്നെ കോടതിയില്
ഞാൻ പറഞ്ഞല്ലോ, മോളുടെ മനസാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമേ ചെയ്യാവുള്ളൂ. ശർമ്മ അലീന എന്നിട്ട് അവളുടെ അച്ഛനെയും അമ്മയും നോക്കിയിട്ട് പറയാണ്, നിങ്ങളുടെ വീട്ടിലും 2 ആൺകുട്ടികളുണ്ട്. അവർക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിലോ? നിരപരാധിയായ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ജയിലിലടച്ച് അവരുടെ ഭാവി കളയാൻ നിങ്ങൾ സമ്മതിക്കായിരുന്നോ? നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. രോഹിത്തിനും ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, 2 സഹോദരിമാരുണ്ട്. അവൻ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, അത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കുട്ടീനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളുടെ മനസാക്ഷിക്കൊക്കെ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടുന്ന് ഷർണയോടും ഇവിടെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അച്ഛനും അമ്മയും ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓമനക്കുട്ടൻ പറയുന്നുണ്ട്, അവള് പഠിച്ച് കള്ളിയാമേ, ഞാൻ പറഞ്ഞില്ലേ അവളെ വിശ്വസിക്കരുതെന്ന്. നിങ്ങളെയും കൂടി ബ്രെയിൻ വാഷ് ചെയ്യാനാ അവള് നോക്കുന്നത്. ഇനി അവൾ ഏരിൽ കാലുകുത്തിയ അവളുടെ കാല് ഞാൻ വിട്ടു. ഇനി ജയിലിൽ പോയി കിടന്നാലും സാരമില്ല എന്നവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലോ ഇവളുടെ വരവും കാത്ത് അവിടെ ഇരിക്കാണ്. നീ പോയിട്ട് എന്തായി? അവരോട് സംസാരിച്ചോ? എന്ത് പറയുന്നു അവർ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടിയെ കൊണ്ട് ഒരിക്കലും അവര് മൊഴി മാറ്റി പറയിക്കില്ല. അവര് പറഞ്ഞത് അവനൊന്ന് ഗൂഢാലോചനയിലുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല, അവിടെ വക്കീലും മറ്റു പലരും അവിടെ വന്നുപോയി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം. കാരണം പോലീസിലും മറ്റുള്ള എല്ലായിടത്തും ഇവള് മൊഴി കൊടുത്തിരിക്കുന്നത് രോഹിത്തിനെ പേര് പറഞ്ഞുകൊണ്ടല്ലേ. അത് പോലീസുകാരും സമാജംകാരും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാ. ഇനിയിപ്പോ ഒരിക്കലും അവൾക്കതിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി എങ്ങാനും അവൾ രോഹിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി 3 പേരുടെ കാര്യവും കൂടി കള്ളമാണെന്ന് പറഞ്ഞു പേർത്തുന്നാ അവര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവന്മാർ കൂടി ശിക്ഷ കിട്ടാതാവും. അതുകൊണ്ട് രോഹിത്തിന്റെ കാര്യം ഒരിക്കലും പറയരുന്ന എല്ലാരും കൂടി അവളെ പറഞ്ഞത്. ആ പെൺകുട്ടീനെ പറഞ്ഞില്ലെന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാച്ചാ. കൊച്ചുകുട്ടിയല്ലേ, എന്ത് ചെയ്യാനാ? എല്ലാവരും പറഞ്ഞത് കേൾക്കാൻ മാത്രല്ലേ അതിനറിയുള്ളൂ. ആലോചിച്ച് തീരുമാനമെടുക്കാൻ ആ പാവത്തിന് അറിയില്ലച്ചാ എന്ന് പറയാണ്. പാവം, എന്റെ മകൻ നിരപരാധിയെന്ന് അറിഞ്ഞിട്ടും അവന്റെ പേരില് കേസ് കൊടുത്തില്ലേ, മൊഴി കൊടുത്തില്ലേ? അവളാണോ പാവം? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലില് ഒരു അബോധാവസ്ഥയിൽ കിടന്ന സമയത്താണ് പോലീസുകാർ ഒന്ന് മൊഴി ചോദിച്ചത്. അവന്റെ കൂടെ പേര് ചേർക്കാന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും അവിടെ നിന്നവരെല്ലാം നിർബന്ധിച്ചപ്പോ ആ കുട്ടി സമ്മതം മൂളിയതാ. അല്ലാതെ അതൊന്നും പറഞ്ഞോ പ്രവർത്തിച്ചോ ഒന്നുമില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മരിച്ചു പോണമെന്ന് തോന്നിയിട്ട് കിടന്നൊരവസ്ഥയിലാ ആ കുട്ടിയോട് അവരൊക്കെ അങ്ങനെ ചെയ്തത്. എല്ലാവരും വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാച്ചാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല, അവരുടെ തള്ളനെന്തൊക്കെ എന്ത് പറഞ്ഞു? അവരും ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? ഷർണേനെ കാണാനോ സംസാരിക്കാനോ ആ വീട്ടിലേക്ക് കയറാനൊന്നും അവർ സമ്മതിക്കില്ലായിരുന്നു. വക്കീലും അതുപോലെ ആരണ്ടൊക്കെ വന്ന് അവരെ ശരിക്കും സമ്മതം ചെലുത്തിയിട്ടുണ്ട്. ആ അച്ഛനോട് അമ്മയോടും പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ രോഹിത്തിനെ നിരപരാധിയാക്കിയാല് മറ്റുള്ളവരും കൂടി ഈ കേസിൽ നിന്ന് ഊരിപ്പോകും, ഷർണിയ ഒരു കള്ളിയാണെന്ന് പറഞ്ഞു പരത്തും എന്നൊക്കെയാണ് എല്ലാവരും കൂടി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അച്ഛാ, അതുകൊണ്ട് തന്നെ ഷർണിയ ഒരിക്കലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ നമ്മൾ കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്താലും പ്രയോജനമൊന്നുമില്ല. ബാധിക്കപ്പെട്ട പെൺകുട്ടിയാണ് മൊഴി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു അവസരത്തില് ആ കുട്ടി പറയാ, എല്ലാവരെയും നിർബന്ധപ്രകാരം എന്നെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അതേ ഉള്ളച്ചാ, തെളിവിന്റെ പോലും ആവശ്യമില്ലച്ചാ എന്ന് പറയാണ്. മോളെ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടനോ? എന്റെ മോൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടും അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ഒരച്ഛനായിട്ട് ഞാനിങ്ങനെ വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കാണ്. അലീന പറയുന്നുണ്ട്, നമുക്ക് വിശ്വാസം കൈവിടണ്ട. എങ്ങനെയെങ്കിലും ഷർണയെ കൊണ്ട് നമുക്ക് സത്യം പറയിക്കണം അച്ഛാ. അതിന് ഏത് മാർഗവും സ്വീകരിക്കാം എന്ന് പറയാണ്. ബാലനാണെങ്കിലോ ഇരുന്നിട്ടാണെങ്കിലോ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഈ കാര്യം എന്തായാലും അച്ഛനത്തിൽ ഫ്ലാഷ് ആക്കണ്ട. നമുക്ക് കിട്ടിയൊരു തീപ്പൊരിയായത്, ഇത് വെള്ളം ഒഴിച്ച് കെടുത്തരുത്. ആരോടും ഈ കാര്യം പറയണ്ട. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും ഷർണേനെ കൊണ്ട് നമ്മളെ മൊഴി പറയിക്കണം. രോഹിത് തെറ്റിയിട്ടില്ലാന്ന് നമുക്ക് തെളിയിക്കണം. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലാതെ പോയി പ്രസ് മീറ്റ് വെച്ചാലും മീഡിയാസിൽ പറഞ്ഞാലും വേറെ എവിടൊക്കെ എന്തൊക്കെ ചെയ്താലും രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലച്ചാ എന്ന് പറയാണ്. ബാലനാണെങ്കിലോ അവിടെ വിഷമിച്ച് ചങ്ക് പൊട്ടി ഇരിക്കുകയാണ് കേട്ടോ. അലീന എന്ത് ചെയ്യണമെന്നറിയാതെ താഴേക്ക് പോവാണ്. ബാലൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കണം കേട്ടോ. അലീനോട് പോലും പറയാതെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോക്ക് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. എങ്ങോട്ടായിരിക്കും എന്തിനായിരിക്കും പോണെന്ന് ആലോചിച്ച് അലീന ചങ്കിടിപ്പോട് കൂടിയിട്ട് വാദിക്കാൻ നിൽക്കാണ്. ചേച്ചി, അച്ഛൻ എവിടെ പോയതാ? അറിയില്ല മോളെ, എങ്ങോട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. എന്താ ചേച്ചി, എന്താ പ്രശ്നം? അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ആകെപ്പാടെ തല പെരുത്തിരിക്ക.
എന്താ അടുത്ത് സംഭവിക്കാൻ പോണെന്നറിയാതെ ചേച്ചി ആകെപ്പാട് ടെൻഷനിലെ വിഷമത്തിലാ മോളെ. ഞാൻ 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോള് ഡോറടച്ച് ലോക്ക് ചെയ്ത് അകത്തേക്ക് പോവാണ്. ബാലചന്ദ്രൻ അപ്പൊ സന്ധ്യയായിട്ടോ നേരെ പോണത് ആ ശരണയുടെ വീട്ടിലേക്കായിരിക്കും. ബാലന്റെ കാറ് കാണുമ്പോൾ തന്നെ എല്ലാവരും സൂക്ഷിച്ചു നോക്കുകയാണ് ഇതാരാണെന്ന്. അപ്പൊ നമ്മുടെ ബാലൻ തന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാലോ. ഇദ്ദേഹം പതിയെ അവിടെ നിന്ന് ഇറങ്ങി ശരണയുടെ വീട്ടിലേക്ക് കയറുമ്പോഴേക്കും അവിടെ പുറത്തോട്ടൊക്കെ ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കാണ്. ബാലേന്ദ്രൻ അകത്തേക്ക് കയറിയിട്ട് അവരോട് ആ ഡോർ നടക്കാവോ എന്ന് ചോദിക്കാണ്. അപ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ അതിന് ഇങ്ങോട്ടേക്ക് വന്നത്, കഥവടക്കണെന്തിനാ പറയുന്നേ? അത് ഞാൻ ആ കുട്ടിയെ കാണാൻ വന്നതാ, ശരണനെ, പിന്നെ നിങ്ങളെയും കൂടി. അല്ല നിങ്ങൾ ആരാ എന്ന് ചോദിക്കാണ്. നിങ്ങളാദ്യം ആ ഡോർ ലോക്കി പുറത്തു നിൽക്കുന്നവരൊന്നും നമ്മുടെ സംഭാഷണം കേൾക്കണ്ട, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അമ്മ പോയിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. ഇനി പറ, നിങ്ങൾ ആരാ, എന്താ വേണ്ടേ? ഞാൻ ബാലചന്ദ്രൻ, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ. എനിക്ക് ജ്വല്ലറിയും അതുപോലെ തന്നെ തുണിക്കടയും പിന്നെ ഹാർഡ്വെയർ ഷോപ്പും ഒക്കെ ഉണ്ട്. പിന്നെ എന്റെ മകന്റെ പേരുകൂടി കേട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും, രോഹിത് ബാലചന്ദ്രൻ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ആ അച്ഛനും അമ്മയും ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓമനക്കുട്ടൻ വരികയാണ്. നിന്റെ മോനോട് ചേർന്നല്ലടാ എന്റെ പെങ്ങളോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ തിരിഞ്ഞവനെ നോക്കിയിട്ട് ചോദിക്കാണ്, അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടോടാ എന്ന് ചോദിക്കുമ്പം അവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? നിങ്ങൾക്ക് വലിയോട് 2 ആമ്പിള്ളാര്, ഈ പ്രായമേ ഉള്ളൂ എന്റെ മോനും. അവൻ നിങ്ങളെ കുട്ടീനെ ഒന്ന് ഉപദ്രവിച്ചിട്ട് കൂടിയില്ല, അവളുടെ ദേഹത്തോട് തൊട്ടിട്ടില്ല. എന്നിട്ട് അവളുടെ പേരിൽ കേസ് കൊടുത്ത് അവനെ പോലീസ് സ്റ്റേഷൻ, അവനെ ജയിലിലാക്കാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഷർണ ഈ ബഹളമൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഷർണനെ കണ്ടിട്ട് ബാലൻ പറയുന്നുണ്ട്, മോളെ, നിന്നെ പോലെ 2 പെൺകുട്ടികൾ എന്റെ വീട്ടിലുണ്ട്. ഒരാൾക്ക് നിന്റെ പ്രായമേ ഉള്ളൂ, ഒരാൾക്ക് 13 വയസ്സേ ഉള്ളൂ. ഈ 2 പെൺകുട്ടികളുടെ അച്ഛനും നിലയിൽ ഞാൻ പറയാ, അവന്മാർ നിന്നോട് ചെയ്തത് അങ്ങേയറ്റം കടുത്ത പ്രയോഗം തന്നെയാ. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. മോളുടെ ശരീരത്ത് അനുവാദമില്ല തൊട്ടത്, അത് എന്തൊക്കെ ആരൊക്കെ ന്യായീകരിച്ചാലും ഒരിക്കലും ശരിയാവില്ല. മോൾ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടും എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് എന്റെ മോക്ക് സംഭവിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളായിരുന്നു. ഈ അച്ഛന്റെ വേദനയും ബുദ്ധിമുട്ടൊക്കെ എന്താണെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ മോളൊന്ന് ആലോചിച്ച് നോക്കേ, അന്ന് അവിടെ വെച്ച് മോളുടെ ശരീരത്തിൽ തൊടാതെ, മോളെ ഉപദ്രവിക്കാതെ മാറി നിൽക്കുകയാണെന്നില്ലേ എന്റെ മോൻ. എന്നിട്ട് അവന്റെ പേരിൽ അങ്ങനെ കേസ് കൊടുക്കാൻ മോക്ക് എങ്ങനെ മനസ്സ് വന്നു? കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യായിരുന്നോ? 10-21 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാ. അവൻ ആ കേസിൽ കുടുങ്ങി. അവന് ഇനിയിപ്പോ ഒരു വിദേശത്തേക്ക് പോകാൻ പറ്റുമോ? അവന് നല്ലൊരു ജോലി കിട്ടുമോ? നല്ലൊരു ലൈഫ് കിട്ടുമോ? എത്ര കാലം അവൻ ജയിലിൽ കിടക്കേണ്ടി വരും? അവന്റെ ഫ്യൂച്ചർ തന്നെ നിങ്ങൾ സ്പോയിൽ ചെയ്ത് കളഞ്ഞില്ലേ. എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞ് അറ്റാക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. അവൻ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കാണ്. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ബാലൻ പറയാണ്, എന്റെ ഭാര്യ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്ക. ഞാൻ ഇപ്പുറത്തെ ബെഡില് അറ്റാക്കായിട്ട് കിടക്ക. എന്റെ 2 പെൺകുട്ടികളും സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുക. വീടിന് നേരെ കല്ലേറുണ്ടായി, എന്റെ ഷോപ്പുകൾക്ക് നേരെ കല്ലേറുണ്ടായി. പുറത്തേക്ക് ഇറങ്ങാനാവാതെ ഞാനും വീടടച്ചിരിക്കാം. നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ വയ്യ. എന്തുമാത്രം അപമാനം സഹിച്ചെന്നറിയോ? ആളുകളുടെ കൂക്കിവിളിയും തെറിവിളിയും ഒക്കെ. എന്റെ മകനെ നിങ്ങൾ അതിൽ പിന്നെ കണ്ടില്ലല്ലോ. അവനെ തല്ലിച്ചതച്ച് ഇഞ്ച പരുവാക്കി പോലീസുകാര്. അവരുടെ ദേഷ്യവും വാശിയും എല്ലാം തീർത്തു. 2-3 ദിവസം സ്റ്റേഷനിൽ കിടന്ന് അവരടി കൊണ്ടു. ഇപ്പൊ ജയിലിൽ കിടന്ന് അടി കൊണ്ടോണ്ടിരിക്കുക. ഞാൻ അവനെ കാണാൻ പോയിരുന്നു. എനിക്ക് ജാമ്യം വേണ്ട, ഇവിടെ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചതുപോലെ കിടന്ന് കാറാ. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. മോളെ അവൻ ഉപദ്രവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ മോനെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എന്റെ ജീവൻ വേണോ അതും തരാം എന്ന് പറയാണ്. ഓമനക്കുട്ടൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ഇങ്ങനെ പലരും വരുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാലോ, നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാലേ പച്ചയ്ക്ക് കത്തിക്കും നിങ്ങളെ. മോനെ, നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞ് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ചോരത്തിളപ്പൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു. നീ ഈ കാണിക്കുന്നതെല്ലാം അതിന്റെയാ. അതെനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം. നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു പയ്യനാ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത്. നാളെ നിന്നെ ഒരു ഇതും ഇല്ലാതെ ഒരു കഞ്ചാവ് കേസിലോ ഒരു പെണ്ണ് കേസിലോ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് പോയാലോ? നീ ഒരു നിരപരാധിയെന്ന് അറിഞ്ഞിട്ടും അവരങ്ങനെ ചെയ്താ നിന്റെ അച്ഛനമ്മയ്ക്ക് സഹിക്കാനാവോ? നിനക്ക് സഹിക്കാനാവോ? അതുതന്നെയല്ലേ ഇപ്പൊ എന്റെ മോന് സംഭവിച്ചിരിക്കുന്നത്.
പിന്നെ നീ എന്തെന്ന് മനസ്സിലാക്കാത്തെ എന്ന് ചോദിക്കാണ്. അപ്പൊ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കാണല്ലോ. ബാലചന്ദ്രൻ പറഞ്ഞ ശരിയല്ലേ? അച്ഛനമ്മയും പറയാണ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ മോക്ക് ബോധവും ഇല്ല. വേദന കാരണം വയ്യാതെ കിടന്ന സമയത്ത് പോലീസുകാർ വന്ന് മൊഴിയെടുത്തതാ. ആ പോലീസുകാരാ പറഞ്ഞത് രോഹിത്തിന്റെ പേരോട് ചേർക്കാന്ന്. ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞതാ. എങ്കിലും അവർ ഞങ്ങളോട് ഓർന്നൊക്കെ പറഞ്ഞ് അത് സമ്മതിപ്പിക്കുകയായിരുന്നു. ശേഷം സമുദായക്കാരും കുറെ പാർട്ടിക്കാരും എല്ലാം വന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അവരും പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന്. ഇനി മാറ്റി പറഞ്ഞാല് എന്റെ മോളോടെ കള്ളിയാവില്ലേ എന്ന് ചോദിക്കാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ ഞാൻ ചെയ്തു തരാം. മോളുടെ ഭാവി, അവളുടെ പഠിത്തം എല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ദേ 2 കോടി രൂപ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത പൈസയാ. സ്വപ്നം എന്റെ മകൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ വന്ന് കാശ് എന്ന് നിങ്ങളെ വശീകരിക്കല്ല. തെറ്റ് ചെയ്യാത്ത എന്റെ മകനെ രക്ഷിക്കണമെന്ന് പറയാൻ നിങ്ങളുടെ കാലുപിടിക്കാൻ വന്നതാ ഞാൻ. അവൻ നിരപരാധിയല്ലേ? ആ നിരപരാധിനെ നിങ്ങൾ രക്ഷിക്കണം. ദേ ഇത് 2 കോടി രൂപയുടെ ചെക്കാം. ഇത് നിങ്ങളുടെ വക്കീലോ മറ്റാരും അറിയണ്ട. ഈ ഒരു തുക നിങ്ങൾ കൈപ്പറ്റണം. നിങ്ങളുടെ മക്കളുടെ ഭാവി, നിങ്ങൾക്ക് നല്ലൊരു വീട്, നിങ്ങളുടെ മോക്ക് നല്ലൊരു ഭാവി വേണ്ടേ? അവൾക്കൊരു ജീവിതം വേണ്ടേ? അവളെ പഠിപ്പിക്കാൻ അയക്കണ്ടേ? ഇതിനെല്ലാം ഉള്ള കാശിതാ ഇതിലുണ്ട്. നിങ്ങൾ എന്നിട്ട് എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഈ പൈസ കൂടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഞാൻ തരുന്നത് ഒരു കൈക്കൂലിയായിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ മകളുടെ മാനത്തിന്റെ വിലയല്ല, എന്റെ മോന്റെ ജീവിതത്തിന്റെയും എന്റെ മോന്റെ ഭാവിയുടെയും വിലയാ. നിങ്ങൾ അങ്ങനെ മാത്രമേ ഇതിനെ കരുതാവുള്ളൂ. എന്റെ മോൻ അവിടെ കിടന്നാല് ഉറപ്പായും ആത്മഹത്യ എന്നാ പറഞ്ഞിരിക്കുന്നേ. എന്റെ മോന്റെ ജീവനും ജീവിതത്തിനും ഒക്കെയുള്ള വിലയാ ഞാൻ ഈ നൽകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് സ്വീകരിക്കണം. ഈ ഒരു കാര്യം മറ്റാരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ മകനെ രക്ഷിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവരെ കാല് പിടിക്കാൻ കുനിയുമ്പോഴേക്കും അയാള് പിടിച്ചു പൊക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനല്ല, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഈ മോനെ നിങ്ങൾ മനസ്സിലോർത്താൽ മതി. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാനത് സമ്മതിക്കാം. എന്റെ മകനെ നിങ്ങൾ ശിക്ഷിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒന്നും അറിയാത്ത ആ പാവത്തിന് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയാണ്. ശരണയുടെ മുമ്പിൽ പോയിട്ട് ബാലേന്ദ്രൻ കൈകൂപ്പുന്നുണ്ട്. മോളെ, എന്റെ സ്വന്തം മോളെ പോലെ കണ്ട് ഞാൻ പറയാ. അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പം കോടതിയിൽ സത്യം മാത്രം പറയണം. കൂട്ടിച്ചേർത്ത് പറയാനോ കള്ളം പറയാനോ ഒന്നും ഞാൻ പറയല്ല. എന്താണോ സംഭവിച്ചത് അത് കോടതിയിൽ പറഞ്ഞാൽ മതി. ദയവ് ചെയ്ത് മോള് കള്ളം പറയരുത്, തെറ്റായ മൊഴി കൊടുക്കരുത്. ഒരച്ഛന്റെ വിഷമം മോള് മനസ്സിലാക്കണം. മോളുടെ അച്ഛൻ പറഞ്ഞതുപോലെ മോള് മനസ്സിലാക്കണം. മോളുടെ കാലും വേണമെങ്കിൽ ഞാൻ പിടിക്കാന്ന് പറയുമ്പം അയ്യോ അങ്കളെ അതൊന്നും വേണ്ട. ഞാനും ഇവരോട് പറഞ്ഞതാ രോഹിത്തിനെ പ്രതി ചേർക്കണ്ടായെന്ന്. പക്ഷെ പോലീസുകാരൊക്കെ നിർബന്ധിച്ചപ്പോ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നെങ്കിലേ, അതുകൊണ്ടാ. കോടതിയിൽ എന്തായാലും ഞാൻ സത്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോ ഈ പൈസ കിട്ടുമ്പം അച്ഛനും അമ്മയ്ക്കും അതുപോലെ ആങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ ആശ്വാസം ആവുന്നുണ്ട്. എന്നുവെച്ചാല് അവർക്ക് ഇപ്പം സത്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലാതെ അതൊരു കൈക്കൂലിയൊന്നും അല്ലല്ലോ. ബാലൻ വീണ്ടും പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൈക്കൂലിയല്ല. നിങ്ങളുടെ മകളുടെ മാനത്തിന്റെ വിലയല്ല, എന്റെ മകന്റെ ജീവന്റെ വിലയാ, ജീവിതത്തിന്റെ വിലയാ. അവൻ ജയിലിലേക്ക് പോകേണ്ടവന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ മകനും ആത്മഹത്യ ചെയ്യും. പിന്നെ എന്റെ ഭാര്യയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അവൾ ഓൾറെഡി കിടപ്പായി കിടക്കാണ്. ഒരു കുടുംബം മൊത്തം നിങ്ങൾ നശിക്കും. നിങ്ങളുടെ ഒറ്റ കള്ളം കൊണ്ട് എന്റെ കുടുംബം മൊത്തം താറുമാറാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്ക്. ഒരു കുടുംബം നശിപ്പിക്കണമെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ദേ ഈ പൈസയും മേടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കയ്യിൽ നിർബന്ധിച്ച് ആ ചെക്ക് വെച്ച് കൊടുക്കാണ്. ദയവ് ചെയ്ത് എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി കൈകൂപ്പി പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയം നാട്ടുകാരെല്ലാം അയാളെ നോക്കി നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ അയാൾ അവിടുന്ന് അദ്ദേഹം അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവാണ്. നാട്ടുകാരിൽ ചില അകത്തേക്ക് കയറിയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ എങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കാണ്. പെട്ടെന്ന് ഈ ചെക്ക് അയാളെ മറച്ചു പിടിക്കുന്നുണ്ട്. അല്ല, ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്ത് സംസാരിക്കാനാ? അയാള് വന്ന് നമ്മളോടൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വന്നതായിരിക്കും. ഭയങ്കര കാശുകാരനല്ലേ, കാശൊക്കെ ഓഫർ ചെയ്യും അവന്റെ മകനെ രക്ഷിക്കാൻ. ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്, നമ്മുടെ പെണ്ണിന്റെ മാനമാണ് നമുക്ക് മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കഥ കടച്ച് ഇവർ 5 പേരും കൂടി മുറിയിൽ കയറി ആലോചിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോ ശരണെ പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഇവനെ പോലെ തന്നെയല്ലേ ഉള്ളൂ ആ രോഹിത്തും. ഒരു പാവപ്പെട്ട പയ്യനല്ലേ. ആ പയ്യൻ എന്നെ ഉപദ്രവിക്കുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നെ തൊട്ടിട്ട് കൂടിയില്ല. അവൻ അങ്ങനെ നിരപരാധിയായിരിക്കുമ്പോ ഞാൻ കള്ളം പറഞ്ഞ് ആ പയ്യന്റെ ഭാവി തിളക്കേണ്ട കാര്യമുണ്ടോ? ജീവിതകാലം മൊത്തം അവനെ ജയിലിലാക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, അറ്റാക്കായിട്ട് ഹോസ്പിറ്റലായിരുന്നു എന്ന്.
അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് ജീവിതകാലം നമുക്ക് സമാധാനം കിട്ടുക അച്ഛാ. ബാക്കി 3 പേരെയും നമുക്ക് ജയിലിലേക്ക് അയക്കണം എന്നും വെച്ച് ഒരു പാവപ്പെട്ട പയ്യന്റെ അവന്റെ ജീവിതവും ഭാവിയും എല്ലാം തുലച്ചിട്ട് നമുക്ക് എങ്ങനെ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുക അച്ഛാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഓമനക്കുട്ടൻ പറയാണ്, എനിക്കറിയില്ല, നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചോ, അതിനൊപ്പം ഞാനും നിന്നോളാം. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ശരിയാ, പക്ഷേ നീ കള്ളിയാകും എല്ലാവരുടെ മുമ്പില്, അതാ എനിക്ക് പേടി എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറയാണ്, അതേ മോളെ, അതാ ഞങ്ങളുടെയും പേടി. നീ ഇപ്പോ 4 പേർക്കെതിരെ മൊഴി കൊടുത്തിട്ട് അവസാനം അതില് ഒരാളില്ല എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരും എന്ത് വിചാരിക്കും? മോളെ കള്ളിയാന്നല്ലേ പറയുള്ളൂ, അതാ ഞങ്ങളുടെ പേടി എന്ന് പറയുമ്പം ഷർണിയ പറയാണ്, സംഭവിച്ചില്ല ഞാൻ കോടതിയിൽ പറഞ്ഞോളാം, പോലീസുകാർ നിർബന്ധിച്ച് എന്നെ കൂടെ പറയിച്ചതാണെന്നും ഞാൻ പറഞ്ഞോളാം. സത്യമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ അവന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ജീവിതകാലം മുഴുവനും അത് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല അച്ഛാ. പിന്നെ അയാൾ തന്ന പൈസ അയാൾ പറഞ്ഞല്ലോ, അത് അവന്റെ ജീവന്റെ വിലയാ. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പഠിക്കണം അച്ഛാ, എനിക്ക് ഇവിടെയല്ല ഈ നാട്ടുകാർ മുമ്പിൽ എനിക്ക് നിൽക്കാൻ വയ്യ. എവിടെ പോയാലും അവരുടെ നോട്ടവും അതിജീവിക്കുന്ന വർത്താനവും സംസാരവും എല്ലാമായിട്ട് ഞാൻ ആകപ്പാടെ മടുത്തച്ചാ. ആ അലിന ചേച്ചി വന്നോണ്ടാ ഞാൻ ഇത്രയെങ്കിലും എഴുന്നേറ്റ് നടന്നത്, അല്ലെങ്കിൽ മരിക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും വിദേശത്തോ മറ്റെവിടെയെങ്കിലും പോയി പഠിക്കാം, ഇവർക്കും നല്ലൊരു ഭാവി ഉണ്ടാക്കാം, നല്ലൊരു വീട് വെക്കാം, അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് മുന്നേറണ്ടേ അച്ഛാ. അല്ലാതെ ഒരു പാവ പിടിച്ച പയ്യനെ ജയിലിലേക്ക് അയച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടാനാ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ അതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാലേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പം അലീന അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ്. അച്ഛനത് എങ്ങോട്ടാ പോയത്? ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി. എന്താച്ചാ എവിടെ പോയതാ? ഞാൻ ശരണി വീട്ടിലേക്ക് പോയതാ. അങ്ങോട്ടേക്കോ? എന്റെ ഈശ്വര, എന്തിനാ? അത് പിന്നെ അവരുടെ കാല് പിടിക്കാൻ. ഞാനേ ആ അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞു, ശരണ മുമ്പിൽ കൈകൂപ്പി നിന്നു എന്റെ മകന് വേണ്ടി. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛൻ അലീനോട് പറയുന്നുണ്ട്. ഇതുപോലെ 2 കോടി രൂപ ഞാൻ കൊടുത്തു എന്ന് പറയാണ്. അലീന പറയാണ്, അവരെന്നിട്ട് എന്ത് പറഞ്ഞു? അവന് വേണ്ടി അവര് മൊഴി പറയോ? അറിയില്ല, മൊഴി പറയായിരിക്കും. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അവർക്കും ആ ഒരു കുറ്റബോധ മനസാക്ഷിയും കാണുമല്ലോ. പിന്നെ അവർക്ക് 2 ആമ്പിള്ളാരുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്ന എന്റെ വിശ്വാസം. ആ ചെക്ക് ഒരു വാങ്ങിച്ചു വെച്ചാ ചെക്ക് അയാൾ കയ്യിൽ മേടിച്ചു, അതിന് എന്തു ചെയ്യുന്നെന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. അലീന പറയാണ്, ഞാനിപ്പം എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും വേണ്ട അവസ്ഥയില, എനിക്കിനിയിപ്പം അങ്ങോട്ടേക്ക് പോവാനും പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, അല്ല നീ പോണം മോളെ, എങ്ങനെയെങ്കിലുമൊക്കെ അവരെ പറഞ്ഞെന്ന് മാറ്റണം. കള്ളം പറയണ്ട, നടന്ന സംഭവം സത്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറ. എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം എനിക്ക്, അല്ലെങ്കിൽ ഈ ഞാൻ ജീവനോടിരിക്കില്ല. സത്യമായിട്ട് ഞാൻ പറയാ, എന്റെ മോൻ നിരപരാധിയായ എന്റെ മോൻ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ പിന്നെ ഈ ബാലചന്ദ്രൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ അലീന ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലാവാണ്. അച്ഛൻ ഇങ്ങനെ പറയുന്നു, ശരണ വീട്ടുകാർ അങ്ങനെ പറയുന്നു, ഇപ്പൊ കൊണ്ടേ കാശും കൊടുത്തു, എന്താവും അവസ്ഥ എന്ന് അറിയാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അലീന നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കി സ്റ്റോറി അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.